ഇന്ന് ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത കോൺഗ്രസ് നേതാക്കൾ എല്ലാ മുതിർന്ന നേതാക്കളും മത്സരിക്കുമെന്നാണ്. സുധീരനായാലും മുല്ലപ്പള്ളി ആയാലും മത്സരിക്കുമെന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് UDF-ലേക്ക് വരാതെ UDF-ന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കുമോ? അല്ല, അതിനു മുമ്പ് ചോദിക്കട്ടെ, സുധീരനും മത്സരിക്കുമല്ലേ? അതെ, സുധീരനെ നിശബ്ദനായി മാറിയതാ ഇടയ്ക്ക്. സുധീരൻ, മുല്ലപ്പള്ളി, മുരളീധരൻ, ശക്തൻ അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളും മത്സരിക്കുമെന്നാണ്. കോൺഗ്രസിനകത്ത് ഈ റിട്ടയർമെന്റ് ഒന്നും ഇല്ലല്ലോ. അവിടെ ഈ പ്രായമേറും തോറും കയറിക്കൊണ്ടിരിക്കും. ഈ 2026 ഇലക്ഷനിൽ പാർട്ടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ റിട്ടയർഡ് ചെയ്യാൻ പാർട്ടി തന്നെ കാണില്ലല്ലോ. അത് ഉറപ്പായ കാര്യമാണ്. അല്ല, അധികാരത്തിൽ വരുന്നു എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവരെല്ലാം അങ്ങ് ഇറങ്ങും. കാരണം കിട്ടുന്ന ഒരു അവസരം ആണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും പ്രായം കൂടുന്തോറും ആർത്തി കൂടിക്കൊണ്ടിരിക്കുന്നവരാണ്. ആർത്തി മൂത്ത് ഇവർക്ക് പലതും സംഭവിക്കുക. അപ്പോൾ KV തോമസ്, നമ്മുടെ G സുധാകരൻ പറഞ്ഞതുപോലെ 10-30 ലക്ഷം രൂപയാണ് മാസം. ഇയാളെല്ലാം കൂടെ എന്താ പുഴുങ്ങി തിന്നുന്നോന്നാണ് ചോദിച്ചത്. പൈസയല്ലേ. G സുധാകരൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് 35,000 രൂപ പെൻഷനേ കിട്ടുന്നുള്ളൂ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കാമായിരുന്നുവെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അന്ന് അദ്ദേഹം ഇവിടെ മന്ത്രിമന്ദിരത്തിൽ താമസിക്കുമ്പോഴേ അദ്ദേഹം ഒറ്റയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ നാട്ടിലാണ്, അവരും കോളേജ് അധ്യാപികയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള പെൻഷനും അദ്ദേഹത്തിൻ്റെ ഈ പെൻഷനും ഒക്കെ കൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. പിന്നെ പാർട്ടി ലഭ്യ കൊടുക്കുക, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം CPM-ന്റെ കഴിഞ്ഞപ്പം മുതൽ പലർക്കും കോൺഗ്രസ്സുകാരിലൊക്കെ ഒരു ആശങ്കയോ ഉണ്ട്. ഈ ഭരണം മൂന്നാം വട്ടവും പിണറായിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി. കാരണം CPM അങ്ങനെ സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ് ചില കാര്യങ്ങളങ്ങ് ഫലിപ്പിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാം വട്ടവും പിണറായി തന്നെ എന്ന് വെള്ളാപ്പള്ളി തന്നെ 3 പ്രാവശ്യം പറഞ്ഞു, തലക്കുഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെ ഒരുപക്ഷെ ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് കൊണ്ട് ഈഴവ സമുദായം മുഴുവൻ അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ പറഞ്ഞാണല്ലോ ഇങ്ങനെയൊക്കെ ആകുന്നതെന്നുള്ളത് പോലെ ഇവരും അതുപോലെ. ഇപ്പം പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യം തന്നെ ഉയരുന്നില്ല. പിണറായിയാണ് മൂന്നാം വട്ടം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ കേരള കോൺഗ്രസിനെ നേരത്തെ, അതായത് ജോസ് കെ മാണി വിഭാഗത്തിനെ വല വീശാനായിട്ട് ലീഗ് ഇങ്ങനെ വന്ന് കരക്കിരിക്കുകയായിരുന്നു. അത് ജോസ് കെ മാണി അങ്ങോട്ട് ഇത് ചെയ്ത് കൊടുത്തില്ല. ആ വലയിലെ സീറ്റുമായി ബന്ധപ്പെട്ട പാലാ സീറ്റ്, കാരണം പാല എന്ന് പറയുന്നത് അവർക്കൊരു വലിയ അടുപ്പമുള്ള ഇടമാണ്. സ്വന്തം മണ്ണിൽ പിന്നെ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് പിന്നെ നിയമസഭയിലെത്തുക, മന്ത്രിയാകുക, ഇതൊക്കെ ജോസ് കെ മാണി ആഗ്രഹിക്കുന്ന കാര്യമാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം KM മാണിയും പാലയും തമ്മിൽ അത്രത്തോളം ബന്ധം ഇഴുകിച്ചേർന്നതാണ്. ഇതൊക്കെ നമ്മൾ ഈ ജോസ് കെ മാണി അല്ലെങ്കിൽ KM മാണിയൊക്കെ കുറ്റം പറഞ്ഞാലും ഉണ്ടല്ലോ, അവരുടെ നാട്ടിൽ അവർ വലിയവരാണ്. ആ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പൂഞ്ഞാറിൻ്റെ കാര്യം തന്നെ നോക്ക്. PC ജോർജ് അല്ലേ പൂഞ്ഞാർ എന്നാൽ PC ജോർജ്, അങ്ങനെയാണ്. PC ആണ് അവ പൂഞ്ഞാറിനെ അങ്ങനെ ആക്കിയത്. പിന്നെ അവിടെ ഇപ്പം ഈ വർഗീയ വിഷവിത്തുകളെല്ലാം കൂടെ വന്ന് PC-ക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു ആഗ്രഹമാണ് മന്ത്രിയാകണം എന്നുള്ളത്. പിന്നെ KM മാണിയുടെ മരണശേഷം ജോസ് കെ മാണിക്ക് അങ്ങോട്ട് പിന്നീട് ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. കയ്യിലിരുന്ന മണ്ഡലവും പോയി. UDF-ൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അവിടെ വലിയ കലഹമായിരുന്നല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു അതൊരു ശരിയായ തീരുമാനമാകാം പാർട്ടിയെ സംബന്ധിച്ച്. കാരണം അധികാരത്തിലിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതെ, അല്ല, അധികാരത്തിൽ ഇരിക്കാൻ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട തരത്തിലുള്ള ഒരു പിടിവള്ളി ഇല്ലാതായിപ്പോയി. പക്ഷെ UDF-ലായിരുന്നുവെങ്കിൽ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണിക്ക് ഒന്നുകൂടെ ഒരു പിടിവള്ളി ഉണ്ടാകും. ഇപ്പുറത്ത് ബാർഗെയിനിങ് ഒക്കെ നടക്കും. CPM-ന്റെ കൂടെ ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാലൊന്നും ബാർഗെയിനിങ് നടക്കത്തില്ല. അവിടെ പോയി പഞ്ചപുച്ഛമടക്കി കിടക്കണം. ഇപ്പം റോഷി അഗസ്റ്റിനൊക്കെ അല്ലേ മന്ത്രി. റോഷി അഗസ്റ്റിന് പിണറായിയുടെ ഗുഡ് ബുക്കിലാണ് റോഷി നിൽക്കുന്നത്. അതുകൊണ്ട് റോഷി അങ്ങോട്ട് പോകത്തില്ല. റോഷി എനിക്ക് തോന്നുന്നു ഈ കാറ്റ് ഏത് തരത്തിലായിരിക്കും വീശുന്നുള്ളത് എന്ന് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരികയാണ് പിള്ളേരും.
അതൊരു വലിയ വാർത്തയൊന്നുമല്ല. കേരള കോൺഗ്രസ് പിളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വരികയും ചെയ്യും. എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഏവരും പറയാറുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു ട്രെൻഡ് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പൊതുവേ ഉള്ളത് BJP എത്രത്തോളം സ്പേസ് പിടിക്കുന്നുണ്ട്, അതൊരു നിർണായക ഘടകമാണ്. ഈ BJPയെ എല്ലാവരും ഭയക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. ആ ഫലം വെച്ച് നോക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും LDF-ന് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്. LDF-ന് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ലീഗുമായിട്ട് ജോസ് കെ മാണി വിഭാഗം ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടാകാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ചാടി വരാൻ സമയമുണ്ടല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതിനിടയ്ക്ക് ഈ ഭരണവിരുദ്ധ വികാരം അങ്ങ് കയറി ഒന്നും കൂടെ അങ്ങ് മൂർച്ഛിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ട്രെൻഡ് അന്നേരത്തേക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ പിന്നെന്താ പറ്റുന്നതെന്നറിയാമോ? കേരള കോൺഗ്രസിന് പേരുദോഷം സംഭവിക്കും. ഇതിങ്ങനെ ചാടി ചാടി നടക്കുന്നതാണ്. PC ജോർജിന് ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ചാടും, അടുത്തേക്ക് ചാടും, അവിടുന്ന് ഇങ്ങോട്ട് ചാടും. അതുകൊണ്ട് PC-യെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. ഒരിക്കൽ ആരോ പറഞ്ഞില്ല, PC എന്ന് പറഞ്ഞാൽ പരമച്ചെറ്റ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ മറ്റുള്ളവർ പറയുന്നതാണ്. നമ്മൾ PC-യോടൊന്നും അങ്ങനെ അധിക്ഷേപിക്കുന്നൊന്നുമില്ല. PC-യുടെ മുഖത്ത് നോക്കി PC ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാലും PC അതിന് നല്ല മറുപടിയും കൊടുക്കും. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഈ ജോസ് കെ മാണിയുടെ കാര്യത്തിലും, കാരണം ജോസ് കെ മാണിയുടെ കാര്യത്തിനകത്ത് ജോസ് ആയിരിക്കത്തില്ല അന്തിമ തീരുമാനം എടുക്കുന്നത്, പള്ളിക്കാരും പട്ടക്കാരും കൂടെ പറയണം. പറഞ്ഞാൽ ജോസ് കെ മാണി അതനുസരിച്ച് മാറുകയുള്ളൂ. ഈ ക്രൈസ്തവ സഭകൾ എങ്ങോട്ടേക്ക് മാറുന്നു എന്നുള്ളതും പ്രധാനമാണ് കേട്ടോ ഇനിയും വരുന്ന കാലത്ത്. കാരണം ലീഗ് കയറി UDF-നകത്ത് ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുമ്പോൾ ക്രൈസ്തവ സഭകൾ ഒന്നിച്ചു വരികയാണ്. പ്രത്യേകിച്ച് BJP ഇവരെ കൂടുതൽ ചേർത്ത് നിർത്തുന്നു. ജോർജ് കുര്യനെ പോലുള്ളവരെയൊക്കെ ഇറക്കി, അതുപോലെ PC ജോർജിനെയും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേണേൽ അവർക്ക് ചെയ്യാം. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനുണ്ടല്ലോ ജേക്കബ് തോമസിനെയും മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ഈ ക്രൈസ്തവരെ കൂടുതലായിട്ട് അടുക്കും. കാരണം അതിന് പറ്റിയ ഒരവസരമാണ് BJPക്ക് ഇത്. ഈ പറഞ്ഞ തരത്തിൽ പിന്നെ ലീഗ് ഇങ്ങോട്ടേക്ക് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് ഉണ്ടാക്കിയെടുക്കണം. അത് ബോധ്യപ്പെടുത്തണം ജനത്തെ. ക്രൈസ്തവ സഭകളെ ബോധ്യപ്പെടുത്തണം, ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അവരകലും കോൺഗ്രസിൽ നിന്ന്. ആ വോട്ട് BJPക്ക് പിടിച്ചെടുക്കാൻ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ പോലും 72 സീറ്റാണെന്ന് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചത്. ആ സമയത്ത് തന്നെ ഒരു 8-10 സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ സീറ്റ് ഒഴിഞ്ഞപ്പോഴാണ് ആ പ്രദേശത്തേക്ക് അവർ മറുകണ്ഠം ചാടിയപ്പോഴാണ് ഈ കോൺഗ്രസ് വലിയ രീതിയിൽ തകർന്നടിയുന്നത്. അപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടായാൽ മാത്രമല്ലേ കോൺഗ്രസിന് ഒരു അധികാര കസേര സ്വപ്നം കാണാൻ കഴിയൂ. അത്രയേ ഉള്ളൂ. ഈ ജോസ് കെ മാണിയെ വേണമെന്നുണ്ടെങ്കിൽ BJPക്ക് സുഖമായിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്താമല്ലോ. എന്നിട്ട് ജോസ് കെ മാണിക്ക് കേന്ദ്രത്തിൽ ഒരു പദവിയൊക്കെ കൊടുക്കുക. അതൊരു പ്രാദേശിക പാർട്ടിയാണല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും പ്രാദേശിക നിലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ MLA-യും MP-യും ഈ തുഷാർ വെള്ളാപ്പള്ളിക്കും പരിഗണന കൊടുക്കണം. അതുപോലെ തന്നെ ജോസ് കെ മാണിയെയും അത്തരത്തിൽ പരിഗണിച്ചുകൊണ്ട്. അതാണ് ഈ നമുക്ക് ഈ MLA-മാരെ വിജയിപ്പിക്കാൻ കഴിയില്ലല്ലോ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ. അതും കൂടെ കഴിയണം. ഇങ്ങനെ ചേർത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇവർക്ക് കുറേശ്ശെയായിട്ട് MLA-മാരെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. 2026 ഇവർ പറയുന്നത് ഒരു 5 അല്ലെങ്കിൽ 11 15 ഒക്കെ ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ 1 2 ആയിരിക്കും ഒതുങ്ങേണ്ടി വരും. ഏതെങ്കിലും ഒന്ന് നിലനിർത്തുമെന്ന് തന്നെ സംശയവും വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരെ മുഴുവൻ ചേർത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് BJP കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്. അതിനാണ് ഈ CPM ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം നിൽക്കുന്നത് എന്ന് ജനത്തിന് ഇപ്പോൾ നന്നായിട്ട് അറിയാം. കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കിയതിന് ശേഷം പിന്നെ പതുക്കെ എന്ത് ചെയ്യും, BJP ആ സ്പേസിലേക്ക് അങ്ങ് കയറുകയും പിന്നീട് CPM അങ്ങ് ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും.
അപ്പോൾ തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗമൊക്കെ അതങ്ങോട്ട് പിന്നെ ഈ BJP-യിലോട്ട് മാറുകയും ചെയ്യും. ഈ ക്രൈസ്തവരെ കൂടുതലായിട്ട് BJP ചേർത്ത് നിർത്തിയാൽ അത് BJP-ക്ക് ഗുണകരമാകും. പക്ഷേ അത്ര പെട്ടെന്ന് ജോസ് കെ മാണി വിഭാഗം BJP-യിലേക്ക് ചാടത്തില്ല. ഒന്നുകിൽ UDF-ൽ, അല്ലെങ്കിൽ ഇവിടെ ഭരണം തുടരും എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.